ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഗംഭീരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ഒരുക്കിയിരുന്നത്. യുഎഇയിലെ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നേരെ നെതർലൻഡിലേക്ക് എത്തിയിരിക്കുന്നത്. 5 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിദേശ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നെതർലൻഡിലേക്കും എത്തിയത്. 2017 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന രണ്ടാമത്തെ ഔദ്യോഗിക നെതർലൻഡ് സന്ദർശനമാണിത്. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഡച്ച് രാജാവിന്റെ പ്രത്യേക താല്പര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മിലിറ്ററി ഹൗസ് മേധാവിയെ തന്നെ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്കൊപ്പം രാജാവ് നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു. വലിയ സ്വീകരണവും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ UAE സ്വതന്ത്ര വ്യാപാര കരാറ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര നിക്ഷേപ സാധ്യതകൾക്ക് വലിയ ഊർജം നൽകിയിരിക്കുന്ന ഒരു സുപ്രധാന സമയത്താണ് ഞാൻ ആംസ്റ്റർഡാമിൽ എത്തിയിരിക്കുന്നത്. സെമി കണ്ടക്ടറുകൾ, ജലം, ഹരിത ഊർജം തുടങ്ങിയ മേഖലകളിൽ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഈ സന്ദർശനം സഹായിക്കും. ഇങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ ഈ സന്ദർശനത്തിനെ കുറിച്ച് പങ്കുവെച്ച ട്വീറ്റ് എന്ന് പറയുന്നത്. ഡച്ച് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതിൽ വളരെ പ്രധാനമാണ്. നെതർലൻഡ് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിൽ തന്ത്രപ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സാങ്കേതിക വിദ്യ, പ്രതിരോധം, സുസ്ഥിര വികസനം എന്നിവയിലൂന്നിയായിരിക്കും ഈ ചർച്ചകൾ. ഒരു ലോങ് ടേം റിലേഷൻ നെതർലാൻഡുമായിട്ട് ബിൽഡ് ചെയ്യുകയാണ് നിലവിൽ ഇന്ത്യ. നേരത്തെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുൻ പ്രധാനമന്ത്രി ഡിക് ഷൂഫ് ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അന്ന് അദ്ദേഹമായിരുന്നു നെതർലൻഡ് പ്രധാനമന്ത്രി. നിലവിലെ നമ്മുടെ നെതർലൻഡ് പ്രധാനമന്ത്രി റോബ് ജെറ്റനുമായും നല്ല റിലേഷനാണ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നെതർലൻഡിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ ഡച്ച് രാജാവ് വില്യം അലക്സാണ്ടറുമായിട്ടും രാജ്ഞി ക്യൂൻ മാക്സിമയുമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹോളണ്ടിലെ പ്രമുഖ ആഗോള കമ്പനികളുടെ, പ്രത്യേകിച്ച് ASML പോലുള്ള സെമി കണ്ടക്ടർ ഭീമന്മാരുടെ സിഇഒയുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുക എന്നതായിരിക്കും ലക്ഷ്യം. ഇന്ത്യയെ ഒരു ആഗോള ചിപ്പ് നിർമ്മാണ ഹബ്ബാക്കി മാറ്റാൻ ഡച്ച് സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് പ്രധാന ചർച്ചാ വിഷയമാകും. ഈ വർഷം ആദ്യം ഒപ്പുവെച്ച ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ, ഇന്ത്യ EFTA സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നിവയ്ക്ക് ശേഷം യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വഴി തുറക്കുക എന്ന ലക്ഷ്യം കൂടി പ്രധാനമന്ത്രിയുടെ ഈ യാത്രയ്ക്ക് പുറകിലുണ്ട്. വലിയ ജലസംരക്ഷണ പദ്ധതികൾ, നദീ ശുദ്ധീകരണം, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയിൽ പുതിയ കരാറുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂറോപ്പിലെ പ്രധാന ഭൂപ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ താമസിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നെതർലൻഡ്സ്. ഏകദേശം 90,000-ലധികം പ്രവാസി ഇന്ത്യക്കാരും 2 ലക്ഷത്തിലധികം സുരിനാം ഹിന്ദുസ്ഥാനി വംശജരും ഇവിടെയുണ്ട്. ഇവർക്കായിട്ട് സംഘടിപ്പിക്കുന്ന വലിയ സ്വീകരണ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തരംഗമായി മാറുകയുണ്ടായി. മോദി തരംഗം നെതർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെതർലൻഡിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കായിരിക്കും യാത്ര തിരിക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നെതർലൻഡ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ്. നെതർലൻഡും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമായിട്ട് നിലനിർത്തുക, കൂടുതൽ ശക്തമാക്കുക എന്നത് മോദിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഈ സന്ദർശനത്തിൽ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഊർജ പ്രതിസന്ധികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നെതർലൻഡിൽ നിന്നുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും നിക്ഷേപങ്ങളും ഇന്ത്യയിലേക്ക് പരമാവധി ആകർഷിക്കുക, ഏഷ്യയിലെ വിശ്വസനീയമായ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നതും മോദിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ തുറമുഖമാണ് നെതർലൻഡ്സിലെ റോട്ടർഡാം തുറമുഖം. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കവാടമാണിത്, പ്രവേശന കവാടം. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ വിപണിയിലേക്ക് കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും എത്തിക്കുവാൻ ഈ തുറമുഖങ്ങളുമായിട്ടുള്ള സഹകരണം ഇന്ത്യയെ സഹായിക്കും. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് നെതർലൻഡ്സ്. ഏകദേശം $55.6 ബില്യൺ നിക്ഷേപം അവർ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി അവതരിപ്പിക്കുന്നതിലൂടെ, ഡച്ച് കമ്പനികളുമായുള്ള ചർച്ചയിലൂടെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഇലക്ട്രോണിക്സ് നിർമ്മാണം, സ്റ്റാർട്ടപ്പുകൾ എന്നീ മേഖലകളിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരിക എന്നത് മോദിയുടെ അജണ്ടയാണ്. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലം പുനരുപയോഗിക്കുക, ആധുനിക കൃഷിരീതികൾ എന്നിവയിൽ ലോക പ്രശസ്തരാണ് ഡച്ചുകാർ. ഇന്ത്യയിലെ നഗരങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുവാനും നദീ സംരക്ഷണ പദ്ധതികൾക്കും കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും വെള്ളപ്പൊക്ക നിയന്ത്രണം പോലുള്ള വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുമൊക്കെ ഡച്ചുകാരുമായി കൂടുതൽ അടുത്ത ബന്ധമുണ്ടാക്കാൻ മോദി ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ യാത്രയിൽ പ്രധാന ലക്ഷ്യമാണ്. യൂറോപ്പിൽ ഇതിനോടകം തന്നെ ഇന്ത്യക്ക് ഫ്രാൻസുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത്. ജർമ്മനിയുമായും ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനു പുറമെ ഇറ്റലി ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. ഗ്രീസ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. നെതർലൻഡ് ഓൾറെഡി ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. പോർച്ചുഗൽ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ യൂണിയന് പുറത്ത് ശക്തമായ ബന്ധമുണ്ടാക്കുക എന്നത് ഇന്ത്യയുടെ ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. കാരണം ഓൾറെഡി യൂറോപ്പിൽ ബ്രിട്ടനുമായിട്ട് നമുക്ക് നല്ല റിലേഷൻ ഉണ്ടെങ്കിലും നമുക്കറിയാവുന്ന പോലെ ഇന്ന് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല ബ്രിട്ടൻ. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ എത്രത്തോളം രാജ്യങ്ങളെ കൂടെ നിർത്താൻ കഴിയുമോ അത്രത്തോളം രാജ്യങ്ങളെ ഇന്ത്യ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പോളണ്ട് അടക്കമുള്ള ചെറിയ ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ആ രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കണമെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം പരമാവധിയായി ഉയർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളുമായി വെവ്വേറെ ശക്തമായ ബന്ധം ഇന്ത്യൻ പ്രധാനമന്ത്രി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.